എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാള അടയാണ്. അതായത് പാളയിൽ ഉണ്ടാക്കുന്ന ഒരട. കവുങ്ങിൻ്റെ പാള ഉണ്ടല്ലോ, അതിലുണ്ടാക്കുന്ന അടയാണ്. ഇത് മലബാർ ഏരിയയിലൊക്കെ മുത്തപ്പനെ വെച്ച് കൊടുക്കുക, ഗുളികനും ചെവിക്കൊക്കെ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ ചടങ്ങൊക്കെ ഉണ്ട്. അതിന് ഉണ്ടാക്കുന്ന ഒരടയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ ആയിട്ട് ഇതുവരെ ചാനൽ കാണാത്തവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്താനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം തിളപ്പിക്കേണ്ടത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വെള്ളം തിളപ്പിക്കൂലേ മാവിന് വേണ്ടി, അതുപോലെ തന്നെ. ഇത് 250 ഗ്രാം അരിപ്പൊടിയുണ്ട്. നമ്മൾ ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയൊക്കെ പൊടി ഉണ്ടല്ലോ, ആ പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഇന്ന് ഈ പാളട നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് എൻ്റെ ആൻറ്റിയാണ്. ആൻറ്റി എന്ന് പറയുമ്പോൾ പാപ്പൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആൻറ്റി ഇതിൽ സ്പെഷ്യലിസ്റ്റാണ്. ആൻറ്റിയാണ് ഈ പാളട ഉണ്ടാക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാളട ഉണ്ടാക്കി തരുന്ന ആൾ ആൻറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആൻറ്റീനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ മാവ് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത്. വെള്ളം കുറച്ച് കൂടുതൽ ഉണ്ടായിക്കോട്ടെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ പരത്താനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാലോ, ഈ മാവ് കാണുമ്പോൾ ഇതുപോലെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഇടാനുള്ള തേങ്ങയും ശർക്കരയും കൂടെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഇത്തിരി ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ ഒരു 1.5 മുറി തേങ്ങയാണ് ഉള്ളത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് തേങ്ങയും ശർക്കരയൊക്കെ എടുക്കുക. നമ്മൾ സാധാരണ അടയ്ക്കൊക്കെ ചെയ്യുമ്പോൾ എത്രയാണോ എടുക്കുക അതിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പം നമ്മൾ 2 പാളയിലേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അളവിനൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയൊന്നും ഉണ്ടാക്കണില്ലെങ്കിൽ അതിനനുസരിച്ച് എടുത്താലും മതി. നമ്മൾ പാളത് അവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ആ ഓലയുടെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ക്ലീനാക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താണ്. അപ്പോൾ ഇതിൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം. നമ്മൾ ഈ മാവ് ഇതിൽ പരത്തുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ ഇതിപ്പോൾ ചെറിയ പാളയാണ്, വലിയ പാള എടുത്താലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇതിലോട്ട് പരത്തുകയാണ്. അപ്പം നല്ല നൈസായിട്ട് പരത്തി കൊടുക്കുക. അതുപോലെ തന്നെ 4 സൈഡിലും ആവരുത്. നമ്മളിതിൻ്റെ 4 സൈഡും ഇത് തുന്നി കെട്ടാനായിട്ട് വേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 സൈഡും വിട്ടിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇടയ്ക്കൊന്ന് കൈ നനയ്ക്കാനായിട്ടാണ് ആ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഇത്തിരി കൈ നനച്ച് ഇതിലിങ്ങനെ നമുക്ക് മാവ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ടിയില്ലാതെ വേണം ചെയ്യാനായിട്ട്, വെന്ത് കിട്ടാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ 2 പാളയിലും നന്നായിട്ട് ഈ മാവെല്ലാം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ചേർത്ത് തുന്നാനാണ് പോകുന്നത്. അതിൻ്റെ മുന്നേയിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മളതിൻ്റെ സൈഡ് തുന്നിക്കെട്ടുന്നത്. അതായത് മുടഞ്ഞെടുക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇത് മെടയാനായിട്ട് ഇതുപോലെ സൈഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടെ ഈ സൈഡിലായിട്ട് കത്തി വെച്ച് നന്നായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് തുന്നുന്നതെന്ന് പറഞ്ഞാൽ ഓലയുടെ പാന്തം വെച്ചിട്ടാണ്. അതായത് ഓലയുടെ മടലിൻ്റെ നടുക്കുള്ള മുകളിലുള്ള ഭാഗം, ആ നടുക്കുള്ള മടലിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്ന പാന്തം എന്ന് പറയും. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ അറ്റം ഷാർപ്പായിരിക്കണം, എങ്കിലേ നമുക്ക് ഇതിനകത്തൂടെ നന്നായിട്ട് നമ്മൾ സൂചിയൊക്കെ വെച്ച് തുന്നുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ആ പാന്തത്തിൻ്റെ ഒരു എൻഡ് കണ്ടോ, കെട്ട് ഇട്ടിട്ടുണ്ട്. ആ കെട്ടിനകത്തു കൂടെ ആദ്യം ഒന്ന് ടൈറ്റ് ആക്കണം. ഇത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഇത് തുറന്നു പോകാതിരിക്കാനാണ് ഇത് ഇത്ര സ്ട്രോങ് ആയിട്ട് കെട്ടുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ തൊട്ടടുത്തൊരു ഹോളിട്ട് അതുപോലെ ഇനി കറങ്ങി ഇത് 4 ചുറ്റും നമ്മൾ ഇതുപോലെ തുന്നിയെടുക്കണം.
ഇപ്പം നമ്മളിത് കംപ്ലീറ്റ് സൈഡും നമ്മൾ തുന്നി കെട്ടിക്കഴിഞ്ഞു. ലാസ്റ്റ് ഇതുപോലെ കെട്ടിടണം. അത് അഴിഞ്ഞു പോവാതിരിക്കാനായിട്ട് നമ്മൾ കെട്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതാ ഒരു പാള നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും മെടഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വേവിക്കാനായിട്ട് റെഡിയാണ്. അപ്പോൾ അടുത്തതും കൂടെ ഇതേപോലെ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരുമിച്ച് വേവിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാള നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ മടക്കാനൊക്കെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മളൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കും. വൈകിട്ടാണ് ചെയ്യണമെങ്കിൽ രാവിലെ ഇട്ട് വെച്ചാലും മതി, അല്ലെങ്കിൽ തലേ ദിവസം ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. തലേ ദിവസം തന്നെ നമ്മൾ പാള വെള്ളത്തിലിട്ട് വെച്ചതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിനെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് ആരും മറക്കരുത്. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് നമ്മൾ അടുപ്പാണ് റെഡിയാക്കുന്നത്. ഇതുപോലെ നമ്മൾ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ പച്ച മടൽ 3 എണ്ണം ഇതുപോലെ ക്രോസായിട്ട് നമ്മൾ വെക്കണം. എങ്കിലേ അതിൻ്റെ മുകളിൽ നമുക്ക് പാളയിട്ട് ഇതുപോലെ വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ തീ ഇതുപോലെ ആളി കത്തണം. അതിന് വേണ്ടിയിട്ട് ഓലക്കൊടിയും കൊതുമ്പ് അങ്ങനെയുള്ളത് മാത്രമേ വെക്കുകയുള്ളൂ, വിറകൊന്നും വെക്കില്ല. അപ്പോൾ തീ ഇതിലേക്ക് ആളി കത്തിയിട്ടാണ് അത് വെന്ത് കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇടാനുള്ള എളുപ്പത്തിനാണ് ഇതുപോലെ പച്ചമടൽ വെക്കുന്നത്. പച്ചമടലാണ് വെക്കുന്നത്, ഉണങ്ങിയതല്ല, അത് കത്തിപ്പോവും. അതുകൊണ്ട് പച്ചമടലാണ് വെക്കുന്നത്. 2 സൈഡും ഒരുപോലെ വേവാനായിട്ട് നമ്മളിതുപോലെ മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ സൈഡും നമുക്ക് ഒരേപോലെ വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് നേരം നമ്മളിത് മെനക്കെടണം കേട്ടോ, എന്നാലേ ഇത് വെന്ത് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അകത്ത് വേവാതെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതുപോലെ ഇടയ്ക്ക് വെള്ളം കൂടെ തെളിച്ച് കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ പാള കത്തി പോവാതിരിക്കാനായിട്ട് ഇടയ്ക്ക് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളെ പാളയുടെ അവിടെ വേവിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കെട്ടൊക്കെ ഒന്ന് അഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഈ പാളയുടെ തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. ഈ പാളയുടെ ഒരു മണമുണ്ട്, അത് ഇത് കഴിക്കാനും ആ പാളയുടെ മണം കൂടെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ പാളയുടെ അകത്തുള്ള ആ ഒരു ലൈൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഈ അടയിൽ കാണാൻ പറ്റും. അത് നമ്മളിങ്ങനെ കടിക്കുമ്പോൾ ആ അടയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ പാളയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അധികം ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു.